ഹായ്, കമ്പം വരെ ഒന്ന് പോയാലോ? രാവിലെ എണീറ്റത് നല്ല മഴ. മഴയായതുകൊണ്ട് തന്നെ പോകാൻ നല്ല മടിയായിരുന്നു. പക്ഷെ മടിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കമ്പംമേട്ട് കഴിഞ്ഞതേ നല്ല വെയിൽ. പിന്നെ യാത്ര നല്ല രസമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വെയിൽ കണ്ടതുകൊണ്ട് പിന്നെ യാത്ര നല്ല കുശാലായിരുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് കമ്പത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്, സുരളി ഫാൾസ്. ഈ സുരളി ഫാൾസിൻ്റെ അടുത്താണ് കോടി ശിവലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് കമ്പത്തിലെ ഒരു പ്രശസ്തിയേറിയ ക്ഷേത്രം കൂടിയാണ്. ഒത്തിരി ആൾക്കാരാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളത്. കൂടാതെ ഇവിടെയാണ് 72 അടി ഉയരത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ശിവലിംഗങ്ങളും 1000 മണ്ടേൽ ഏറെയുണ്ട് ഇവിടെ. ഇതുകൂടാതെ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ ഭഗവാന് നമ്മൾ ഒരു ശിവലിംഗം ഇവിടെ സമർപ്പിക്കാം. ഒന്നിലേറെയോ ശിവലിംഗം നമുക്ക് സമർപ്പിക്കാം. അതുകൂടാതെ പണ്ട് വനവാസ സമയത്ത് രാമൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ശിവപൂജ നടത്തിയതിന് ശേഷമാണ് രാമേശ്വരത്തേക്ക് പോയത് എന്ന ഒരു ഐതിഹ്യം കൂടി ഇവിടെയുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒത്തിരി ദേവതകളും ഉപദേവതകളും ഉണ്ട്. 30 ദേവതകൾ ഇവിടെ ഉണ്ടെന്നാണ് ഐതിഹ്യം. ഇതുകൂടാതെ ഒത്തിരി ഉപഗ്രഹങ്ങളും ഉണ്ട്. നമ്മൾ ഇവിടെ വന്ന് ഉപഗ്രഹങ്ങളോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയും അത് സാധിച്ചു കഴിഞ്ഞു വരുമ്പോൾ നമ്മളിവിടെ ശിവലിംഗം വാങ്ങിച്ച് സമർപ്പിക്കുകയും അവർക്ക് നന്ദി പറയുകയും എന്നതുകൂടിയാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട്. ഇതുകൂടാതെ ഒത്തിരിയേറെ ആൾക്കാരാണ് ഇവിടെ ഡെയിലി വരുന്നത്. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഭഗവാനെ കണ്ടു തൊഴാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ശിവലിംഗം എന്ന് പറയുന്നത് 1008 ശിവലിംഗം കൂട്ടിച്ചേർത്ത ഒരു ശിവലിംഗമാണ്. പിന്നെ ഈ കാണുന്നതാണ് മഹാശിവലിംഗം. ഈ ശിവലിംഗത്തിൻ്റെ ഇങ്ങോട്ട് ഫോൺസ് അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് ഇത്രേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്